നോമ്പ് കാലത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇൻറ്റൻസിറ്റി ഓഫ് വർക്കൗട്ട്. നോമ്പ് സമയത്ത് ഇൻറ്റൻസിറ്റി കുറച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അതൊരു സബ് മാക്സിമം ലെവലിലോട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരു കാർഡിയോ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചെറിയ സബ് മാക്സിമം ലെവൽ കാർഡിയോ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ലൈറ്റായിട്ടുള്ള ജോഗിങ്, അതുപോലെ തന്നെ സൈക്ലിങ്, ലൈറ്റായിട്ടുള്ള മെഷീൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക. വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നല്ല രീതിയിൽ വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ആ വെയ്റ്റിൻ്റെ ഏകദേശം 60-70% വെയിറ്റ് മാത്രമേ നോമ്പ് സമയത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ ടോട്ടൽ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ മസിൽ ബിൽഡപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യുക എന്നതിലുപരി നമ്മളുടെ മുൻപ് ഉള്ള ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നോമ്പ് സമയത്ത് നമ്മളുടെ ലക്ഷ്യമാവേണ്ടത്. ഫ്രീക്വൻസി ഓഫ് വർക്കൗട്ട്. ആഴ്ചയിൽ 5-6 ദിവസം നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരുന്നുവെങ്കിൽ നോമ്പ് സമയത്ത് ആഴ്ചയിൽ ഒരു 3 ദിവസം വർക്കൗട്ട് ചെയ്യുക, 3 ദിവസം റെസ്റ്റ് എടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം റെസ്റ്റ് എടുക്കുന്നതിന് പകരം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ റെസ്റ്റ് എടുക്കുന്നതാണ് ഒന്നുകൂടെ ഉത്തമം. എത്ര സമയം വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത്. മുൻപ് നിങ്ങൾ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്തിരുന്ന ഒരാളാണ് എങ്കിൽ നോമ്പ് സമയത്ത് ഒരു 25 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വരെ വർക്കൗട്ട് ചെയ്താൽ മതി. നോമ്പും നമ്മളുടെ വർക്കൗട്ടും ഒന്ന് അഡാപ്റ്റ് ആയതിനു ശേഷം നമുക്ക് 25 30 മിനിറ്റ്, 40 മിനിറ്റ്, 45 മിനിറ്റ് വരെ ഒക്കെ നീട്ടി കൊണ്ടുപോകാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ അത്തായ സമയത്ത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക.